ഹലോ, എല്ലാവർക്കും ഡിസംബർ 14 കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാക്സിമ കേരള PSC ടെലഗ്രാം ചാനലിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സും ഇതുമായി ബന്ധപ്പെട്ട നോട്ട്സും ഇതുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ ലഭ്യമാകുന്നത് എവിടെയായിരിക്കും? ടെലഗ്രാം ചാനലിലായിരിക്കും. എന്താണ് പേര്? മാക്സിമ PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലായിരിക്കും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ലഭ്യമാകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയുകയാണ്, ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഇതുവരെ മാക്സിമ PSC ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. മാക്സിമ PSC നിങ്ങൾക്ക് ഒരുക്കുന്ന വളരെ വലിയൊരു കാര്യമാണ് ആരംഭം LDC എന്ന് പറയുന്ന 2024 ഒരു യൂട്യൂബ് ബാച്ചാണ്. പരിപൂർണമായും സൗജന്യമായി നിങ്ങൾക്ക് ഡെയിലി സ്റ്റഡി പ്ലാനുകളും ലൈവ് ക്ലാസ്സുകളും NCERT നോട്ട്സും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും ഡെയിലി ന്യൂസ് പേപ്പർ അനാലിസിസ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്, PYQ ഉണ്ട്, വാട്സ്ആപ്പ് സ്റ്റഡി ഗ്രൂപ്പ്. അപ്പൊ ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സോടും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, LDC 2024 ആരംഭം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ബാച്ച് സൗജന്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതേപോലെ തന്നെ മാക്സിമ PSCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് എവിടെയായിരിക്കും? മാക്സിമ PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലായിരിക്കും. വൺസ് അഗെയിൻ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക, ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ പോയിട്ട് അതിൽ ജോയിൻ ചെയ്യുക. ഫസ്റ്റ് വൺ, ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാർലമെന്റിന്റെ ആക്രമണ വാർഷികമായിരുന്നു അല്ലേ? അപ്പൊ ഇതിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2001 ഡിസംബർ 13 വാജ്പേയി സർക്കാരിന്റെ കാലത്ത് പഴയ പാർലമെന്റ് മന്ദിരത്തിന് നേരെ ഒരു ഭീകരാക്രമണം ഉണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഖലിസ്ഥാൻ ആക്ടിവിസ്റ്റ് കൂടിയായ പന്നൂൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പാർലമെന്റ് മന്ദിരം ആക്രമിക്കും എന്നുള്ള ഒരു ഭീഷണി കൂടി ഉയർത്തിയിരുന്നു. അപ്പൊ ആ ഒരു എന്താണ്, ഒരു ഭീഷണി കൂടി നിലനിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ വാർഷിക ദിവസത്തിൽ തന്നെ വളരെ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച എന്ത് ചെയ്യുന്നത്, പാർലമെന്റിൽ സംഭവിക്കുന്നത്. ഓക്കെ, 13/12/2001 രാവിലെ 11:15 ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വ്യാജ സ്റ്റിക്കർ പതിച്ച് അംബാസിഡർ കാറിലെത്തിയ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ-എ തൊയ്ബ ഭീകരർ ആക്രമണം അഴിച്ചുവിട്ടത്. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഒരു കറുത്ത ഡിസംബർ 13, 22 വർഷങ്ങൾക്ക് മുമ്പ് അതേ ദിവസം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഭീകരാക്രമണം ഒരിക്കലും ആവർത്തിക്കരുത് എന്ന് ഓരോ പൗരനും ആഗ്രഹിച്ച അതേ ദിനം തന്നെ പ്രശ്നമുണ്ടായി. ഇത് 13/12/2023 4-ാം നമ്പർ ഗ്യാലറിയിൽ നിന്ന് ഒരാൾ സഭാ ചേംബറിലേക്ക് കമ്പികളിലൂടെ തൂങ്ങിയിറങ്ങി മേശകളിലൂടെ സ്പീക്കറെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയി. അപ്പൊ ഇവിടെ ഈ 2001 സംഭവിച്ചത് എന്താണ്? സംഘത്തിൽ 5 പേരുണ്ടായിരുന്നു. 30 മിനിറ്റ് നീണ്ടുന്ന വെടിവെപ്പിലും ഗ്രനേഡ് ആക്രമണത്തിലും സുരക്ഷാ ഉദ്യോഗസ്ഥയടക്കം 9 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, 18 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രത്യാക്രമണത്തിൽ 5 ഭീകരരെയും സുരക്ഷാ സേന എന്ത് ചെയ്തിട്ടുണ്ട്, വധിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു സംഘം MP-മാർ ചാടി നീങ്ങുന്ന യുവാവിന് പിന്നാലെ രണ്ടാമനും ചേംബറിലേക്ക് ഇറങ്ങുന്നു. MP-മാർ പിടിച്ചുവെച്ച ആദ്യം ചാടിയയാളും രണ്ടാമനും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പിടിയിലാകുന്നു. അപ്പൊ ഈ പറയുന്ന ഒരു സുരക്ഷാ വീഴ്ച മുമ്പും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കുന്നത് എന്താണ്, ഒരു സുരക്ഷയുടെ പ്രധാനപ്പെട്ട ഒരു വീഴ്ചയാണ്. 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്. 2 അക്രമികളെ MP-മാർ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അക്രമികൾ ലോക്സഭയിലെത്തിയത് BJP MP പ്രതാപ് സിംഹയുടെ സന്ദർശക പാസിലാണ്. സുരക്ഷാ വീഴ്ച പാർലമെന്റ് ആക്രമണത്തിന്റെ 22-ാം വാർഷികത്തിലാണ്. ദെൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേലിനെ വളരെ ശക്തമായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബൈഡൻ വിമർശിക്കുന്നുണ്ട്. അപ്പൊ ഇസ്രായേലിനെ വളരെ ശക്തമായ രീതിയിൽ ആര് വിമർശിക്കുന്നു? ബൈഡൻ വിമർശിക്കുന്നു. കാരണം എന്താണ്? ഇസ്രായേലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്രായേൽ ഗാസയിൽ കൂട്ടക്കുരുതി തുടരുന്നുണ്ട്. അപ്പൊ ഈ കൂട്ടക്കുരുതി തുടരുക എന്ന് പറയുന്നത് അവർക്കുള്ള അന്താരാഷ്ട്ര പിന്തുണ നഷ്ടപ്പെടുകയാണെന്ന് ജോ ബൈഡൻ. ഇപ്പം സ്വാഭാവികമായും ജോ ബൈഡൻ ഇസ്രായേലിനെ വിമർശിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാരണം എന്താണ്, ഇപ്പൊ തൊട്ടു മുമ്പത്തെ സമയത്ത് പോലും എന്താണ്,
ഈ പറയുന്ന UN സെക്യൂരിറ്റി കൗൺസിൽ, ഇപ്പം US പരാജയപ്പെട്ടതല്ലേ, അപ്പൊ UN സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രത്യേക മീറ്റിംഗ് വിളിച്ചുകൂട്ടി 15 അംഗങ്ങളിൽ 13 ആളുകളും വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തപ്പോൾ UK വിട്ടുനിന്നു. അതേ സമയത്ത് US എന്ത് ചെയ്തു? വീറ്റോ ചെയ്തു. അതേ US ആണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഇസ്രായേലിനെ വിമർശിക്കുന്നത്. കാരണം ഇപ്പം യുണൈറ്റഡ് നാഷൻസ് ജനറൽ അസംബ്ലിയിൽ എന്ത് ചെയ്തു? ഇന്ന് 153 രാജ്യങ്ങൾ, 193 രാജ്യങ്ങളിൽ 153 രാജ്യങ്ങളും അനുകൂലമായി വോട്ട് ചെയ്തു. ഇന്ത്യയും എന്ത് ചെയ്തു? സീസ് ഫയറിന് അനുകൂലമായി വോട്ട് ചെയ്തു. 10 രാജ്യങ്ങൾ മാത്രം പ്രതികൂലമായി വോട്ട് ചെയ്തു. 23 രാജ്യങ്ങൾ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്നു. അപ്പൊ 5ൽ 4 ഭൂരിപക്ഷത്തിൽ, അഥവാ 80% വോട്ടോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? UN എന്ത് ചെയ്തത്? ഇത് പാസ്സായിരിക്കുന്നത്. അടുത്ത കാര്യം, ലോകം ഗസപ്കൊപ്പമാണ്, ഒറ്റപ്പെട്ട് അമേരിക്ക. നമ്മൾ പറഞ്ഞല്ലോ, അടിയന്തര വെടിനിർത്തൽ പ്രമേയം 4ൽ 3 ഭൂരിപക്ഷത്തോടെ. 4ൽ 3 എന്ന് പറയുന്നത് ആവശ്യമായ ഭൂരിപക്ഷമാണ്. അതേസമയത്ത് ഇവിടെ എന്താണ്? 5ൽ 4 ഭൂരിപക്ഷത്തിൽ ഇത് പാസ്സായിട്ടുണ്ട്. 153 പേര് എന്ത് ചെയ്തിട്ടുണ്ട്? അനുകൂലിച്ച് വോട്ട് ചെയ്തു. 100 പേര് എതിർത്തു. 23 രാജ്യങ്ങൾ വിട്ടുനിന്നു. അപ്പൊ 193 അംഗങ്ങളുള്ള ഇതില് ഇന്ത്യ അടക്കമുള്ള പ്രധാന രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്തു? അനുകൂലമായി വോട്ട് ചെയ്തു. അപ്പൊ US, ഇസ്രായേൽ, ഓസ്ട്രിയ, ചെക്ക് റിപ്പബ്ലിക്, ലൈബീരിയ, ഗോട്ടമാല, പാരഗ്വേ, പാപ്പുവ ന്യൂഗിനി, ക്രൊയേഷ്യ രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളാണ് എതിർത്തത്. അതേസമയത്ത് ബ്രിട്ടൻ, ഇതുപോലെയുള്ള രാജ്യങ്ങൾ, ജർമ്മനി, അർജന്റീന, ഇറ്റലി, നെതർലാൻഡ്, ഇതുപോലെയുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളും എന്ത് ചെയ്തു? ഇതിൽ നിന്ന് വിട്ടുനിന്നതാണ്. ഓക്കെ, അപ്പൊ ഒക്ടോബർ 27 അറബ് രാജ്യങ്ങൾ അവതരിപ്പിച്ച സമാന വെടിനിർത്തൽ പ്രമേയത്തിന് 120 രാജ്യങ്ങളുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്പൊ 153 രാജ്യങ്ങളുടെ പിന്തുണ ലഭിച്ചു. ആ ഒരു സമയത്ത് ഈ ഒക്ടോബർ 27 ഇന്ത്യ എന്തായിരുന്നു? വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്നതായിരുന്നു. അടുത്തൊരു കാര്യം, ശബരിമല, ചെന്നൈ, കോട്ടയം റൂട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിനുകൾ ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി ചെന്നൈയിൽ നിന്ന് കോട്ടയത്തേക്കും തിരിച്ചും 8 വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസംബർ 15, 17, 22, 24 തീയതികളിൽ രാവിലെ 4:30 ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്ന ചെന്നൈ കോട്ടയം വന്ദേ ഭാരത് സ്പെഷ്യൽ വൈകിട്ട് 4:15 എന്ത് ചെയ്യും? കോട്ടയത്തെത്തും. അപ്പൊ 15 വന്നത് 16, 17 വന്നത് 18, 22, 23, 24, 25 എന്ത് ചെയ്യും? പുലർച്ചെ 4:40 കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്ന വന്ദേ ഭാരത് സ്പെഷ്യൽ എന്ത് ചെയ്യും? അന്നേ ദിവസം വൈകിട്ട് 5:15 എവിടെയെത്തും? കോട്ടയത്തെത്തും. സോറി, അത് മാറിപ്പോയതായിരിക്കും. ചെന്നൈയിൽ എത്തും എന്നായിരിക്കും പറയേണ്ടത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന 2 വന്ദേ ഭാരത് ട്രെയിനുകൾ എന്ത് ചെയ്യേണ്ടി വരും? ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. സോറി, 2 വേണ്ട, 1 മതി അല്ലെ. 15 വരുന്നു, ദെൻ 15 അന്ന് എന്ത് ചെയ്യുന്നു? 16 അന്ന് തിരിച്ചു പോകുന്നു, ദെൻ 17 തിരിച്ചു വരുന്നു, 18 തിരിച്ചു പോകുന്നു. ഓക്കെ, അപ്പൊ 8 സർവീസുകൾ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 8 വന്ദേ ഭാരത് ട്രെയിനുകളല്ല, 8 സർവീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോ എറണാകുളം നോർത്ത്, തൃശൂർ, പാലക്കാട് എന്നിവിടങ്ങളിലായിരിക്കും കേരളത്തിൽ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ഉണ്ടാവുക. അടുത്തൊരു കാര്യം, കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന ഹർജിയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പൊ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെ കൊമ്പുകോർക്കൽ. അപ്പൊ ഇവിടെ കേന്ദ്ര സർക്കാരിനോട് ആർട്ടിക്കിൾ 360 പ്രകാരം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടും എന്നാണ് ഗവർണർ എന്ത് ചെയ്യുന്നത്? കേരള സർക്കാരിനെ ഭീഷണിപ്പെടുത്തുന്നത്. അപ്പൊ ഇവിടെ കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. അപ്പൊ കേന്ദ്ര സർക്കാർ അത് നൽകുന്നില്ല. ഇപ്പൊ കേന്ദ്ര സർക്കാരിൻ്റെതായ പല രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകും. അപ്പൊ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ തർക്കമുണ്ടെങ്കിൽ സുപ്രീം കോടതിക്ക് ഇടപെടാമെന്ന 131 അനുച്ഛേദം അടിസ്ഥാനമാക്കിയാണ് എന്ത് ചെയ്യുന്നത്? കേരളം ഹർജി നൽകിയിരിക്കുന്നത്. ഇപ്പൊ 2 പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. ഒന്ന്, ഈ പറയുന്ന ആർട്ടിക്കിൾ 360 പ്രകാരം ഗവർണർ റെക്കമെൻഡ് ചെയ്താൽ ഈ പറയുന്ന കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് എന്ന് ചീഫ് സെക്രട്ടറി വരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹൈക്കോടതിയിൽ ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടാൽ റിപ്പോർട്ട് നൽകാതിരിക്കാനും പറ്റില്ല. അപ്പൊ ആർട്ടിക്കിൾ 360 പ്രകാരം
വേണമെങ്കിൽ എന്ത് ചെയ്യാം, കേന്ദ്ര സർക്കാരിന് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ഇതുവരെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റൊരു അടിയന്തരാവസ്ഥ എന്താണ്? ആർട്ടിക്കിൾ 352. അത് പ്രായോഗികമല്ല. പക്ഷെ ആർട്ടിക്കിൾ 356 പ്രകാരം വേണമെങ്കിൽ എന്ത് ചെയ്യാം, കേന്ദ്ര സർക്കാരിന് ഇപ്പം ഗവർണർ ആക്രമിക്കപ്പെട്ടത് വെച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അതേപോലെ ഗവർണർക്ക് കൂടുതൽ സംരക്ഷണം നൽകണം എന്ന രീതിയിൽ കേന്ദ്രം ഒരു നിർദ്ദേശം കേരളത്തിന് നൽകുകയും അത് കേരളം അനുസരിക്കാതിരിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 365 പ്രകാരവും എന്ത് ചെയ്യാം, ഇത്തരത്തിൽ വേണമെങ്കിൽ ഒരു എന്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള വകുപ്പുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു UAE ബേപ്പൂർ അല്ലെ, UAE കേരള സെക്ടർ എന്നാ പറഞ്ഞത്. അപ്പൊ ഈ പറയുന്ന UAE ദുബായ്, UAE ദുബായ് ബേപ്പൂർ ഈ പറയുന്ന കപ്പൽ സർവീസ് എന്ത് ചെയ്യുന്നുണ്ട്, ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും, ഈ പറയുന്ന രീതിയിൽ വളരെ വലിയ രീതിയിൽ കേരളത്തിൽ നിന്ന് ഈ പറയുന്ന ദുബായിലേക്ക്, അപ്പൊ ഫ്ലൈറ്റ് ചാർജിന്റെ 1/3 പണത്തിൽ അല്ലെങ്കിൽ ചെലവിൽ എന്ത് ചെയ്യാൻ പറ്റും, ദുബായിൽ വിദേശ രാഷ്ട്രങ്ങളിൽ എത്താൻ പറ്റുമെന്നതാണ്. അപ്പൊ അതിനുള്ള ടെൻഡർ ഉടൻ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടിയെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതേ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം അതിനുള്ള ടെൻഡർ വിളിക്കാനുള്ള സന്നദ്ധത കേരള സർക്കാർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ 1-ാം നമ്പർ ടെന്നീസ് ഡബിൾ സഖ്യമായ സ്വാതിക് സായ് രാജ് രംഗി റെഡ്ഡിയെയും ചിരാഗ് ഷെട്ടിയെയും ഉന്നത കായിക ബഹുമതിയായ ഖേൽരത്ന പുരസ്കാരത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. അതേപോലെ മികച്ച പ്രകടനത്തിന് ബൗളർ മുഹമ്മദ് ഷമി, ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി അത്ലറ്റ് M ശ്രീശങ്കർ. ഈ പറയുന്ന ഖേൽരത്നക്ക് സ്വാതിക്, ചിരാഗ്, ഷമി, ശ്രീശങ്കർ ഈ പറയുന്ന ആളുകളൊക്കെ അർജുന പട്ടികയിലുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ അർജുന അവാർഡിന് ആരൊക്കെയാണ്? മുഹമ്മദ് ഷമി. അപ്പൊ ഇതുപോലെയുള്ള ആളുകളൊക്കെ എന്താണ്, ഈ പറയുന്ന ലിസ്റ്റിൽപ്പെട്ട ആളുകളാണ്. അതേപോലെ തന്നെ ധ്യാൻചന്ദ് സമഗ്ര സംഭാവന പുരസ്കാരമുണ്ട്, ദ്രോണാചാര്യ അവാർഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോ അടുത്ത അവാർഡ് ഇപ്പൊ റീസെന്റ് ആയി പ്രഖ്യാപിക്കും. ഇതിനു മുമ്പുള്ള അർജുന അവാർഡ്, ധ്യാൻചന്ദ് സമഗ്ര സംഭാവന അവാർഡ്, ദ്രോണാചാര്യ അവാർഡ്, ഈ അവാർഡുകളൊക്കെ ആർക്കാണ് കിട്ടിയത് എന്ന് നോക്കാം. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, തനിക്ക് അന്ത്യവിശ്രമം റോമിലെ ബസിലിക്കയിൽ മതി എന്ന് മാർപ്പാപ്പ. സാധാരണ രീതിയിൽ ഈ പറയുന്ന മറ്റു മാർപ്പാപ്പമാരെ പോലെ വത്തിക്കാനിലെ ഗ്രോട്ടോയിൽ വേണ്ട എന്ന്. അപ്പം മറ്റു മാർപ്പാപ്പമാരൊക്കെ എന്താണ്, ഈ പറയുന്ന ഗ്രോട്ടോയിൽ, വത്തിക്കാനിലെ ഗ്രോട്ടോയിലാണ് എന്ത് ചെയ്യുന്നത്, അവർക്കൊക്കെ അന്ത്യവിശ്രമം നൽകുന്നത്. അത് വേണ്ട എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഏകദേശം 87 വയസ്സിലെത്തുന്ന മാർപ്പാപ്പ ഈ വർഷം രാജിവെക്കാൻ ആലോചിച്ചിട്ടില്ലെന്നും അടുത്ത വർഷം ബെൽജിയം സന്ദർശിക്കുമെന്നും ജന്മദേശമായ അർജന്റീനയിലേക്കും പൊളിനീഷ്യയിലേക്കും യാത്ര പരിഗണിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന ഒരു കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ സാധാരണ മാർപ്പാപ്പമാരൊക്കെ എന്താണ്, വത്തിക്കാനിലാണ് അന്ത്യവിശ്രമം കൊള്ളാറുള്ളത്. അപ്പൊ ഇദ്ദേഹം വത്തിക്കാനിൽ വേണ്ട, പകരം എവിടെ ചെയ്യണം, റോമിൽ വേണം എന്നതാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ആണവ നിലയത്തിന് കേരളം നിർദ്ദേശം സമർപ്പിച്ചിട്ടില്ല എന്ന് കേന്ദ്രം. തോറിയം അധിഷ്ഠിത ആണവ നിലയം സ്ഥാപിക്കുന്നതിന് കേരളം നിർദ്ദേശമൊന്നും സമർപ്പിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ. ഇപ്പോ എന്താണ്, ലോക്സഭയിൽ ആന്റണി അടൂർ പ്രകാശ് ഇവരുടെ ചോദ്യത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള ജിതേന്ദ്ര സിംഗ് രേഖാമൂലം നൽകിയ മറുപടിയാണ്. ഇപ്പൊ സാധാരണ രീതിയിൽ എന്താണ് സംഭവം എന്ന് വെച്ചാല്, ഇപ്പോ കേന്ദ്രത്തിൽ നിന്ന് പലതും കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യണം. അപ്പൊ ഇത് ചെയ്തിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്ന കാര്യം. ഇവ പലപ്പോഴും കേരളത്തിന്റെ പല പദ്ധതികൾ ഇപ്പം സ്വാഭാവികമായും കേന്ദ്രം NDA ഭരിക്കുമ്പോൾ NDA സഖ്യമല്ലാത്ത സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊക്കെ ഇതുപോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. ദെൻ ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 നിങ്ങൾക്ക് അറിയാമല്ലോ. വളരെ കൺസൈസ് ആയി ഞാനൊന്ന് പറയാം. 1947 ഇന്ത്യ സ്വതന്ത്രമായപ്പം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് സ്വതന്ത്രമായ രീതിയിൽ നിൽക്കാം. വേണമെങ്കിൽ ഇന്ത്യയുടെ കൂടെ ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ കൂടെ ചേരാം. അങ്ങനെ ഇന്ത്യയിലുള്ള പല നാട്ടുരാജ്യങ്ങളും ഇന്ത്യയുമായി ലയിപ്പിച്ചു. അതേസമയത്ത് ജമ്മു ആൻഡ് കാശ്മീർ അവിടുത്തെ മഹാരാജ ഹരിസിംഗ് എന്ത് ചെയ്തു, അവിടെ സ്വതന്ത്രമായി നിൽക്കാനാണ് താല്പര്യപ്പെട്ടത്. അന്നേരം അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യുലർ വാദിയായ ഷെയ്ഖ് അബ്ദുള്ള
അപ്പൊ ഇദ്ദേഹം ഇന്ത്യയുമായി ചേരാനാണ് താല്പര്യപ്പെട്ടത്. നെഹ്റുവുമായുള്ള സൗഹൃദവും ഇതുപോലെയുള്ളതൊക്കെ കാരണമാണ്, വാട്ട് എവർ ഇറ്റ് മേ ബി, ജമ്മു ആൻഡ് കാശ്മീർ. അപ്പൊ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുമായി ചേരാൻ താല്പര്യം കാണിച്ചപ്പം പാകിസ്ഥാൻ എന്ത് ചെയ്തു, ബലമായി ജമ്മു ആൻഡ് കാശ്മീരിനെ പാകിസ്ഥാനോട് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു അക്രമം അഴിച്ചുവിട്ടു. അങ്ങനെ ആ അക്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, 1947 രാജാ ഹരിസിംഗ് ഇന്ത്യയോട് ചേരാൻ തീരുമാനിച്ചു. ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ എന്ന് പറയുന്ന ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തു. അങ്ങനെയാണ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ 3 കാര്യങ്ങൾ, ഡിഫൻസ്, അതേപോലെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ്, കമ്മ്യൂണിക്കേഷൻ, ഈ പറയുന്ന 3 കാര്യങ്ങൾ മാത്രം കേന്ദ്രത്തിന്റെ അധീനതയിൽ വരുന്നു. പിന്നീട് ഈ പറയുന്ന ഒരു പ്രശ്നം, അപ്പൊ പാകിസ്ഥാൻ നമ്മൾ അറ്റാക്ക് ചെയ്തതാണല്ലോ, അപ്പൊ നമ്മളുടെ ഭാഗത്താണല്ലോ ന്യായം. 1945 സ്ഥാപിതമായ UN നമ്മൾ റെഫർ ചെയ്തു. ഓക്കെ, അപ്പൊ UN എന്ന് പറയുന്നത് 1945 ശേഷം ഇനിയൊരു യുദ്ധം ഉണ്ടാകരുത്, ആ ഒരു സംരക്ഷണം നൽകുക എന്നതിന്റെ താല്പര്യത്തോടെ വന്നതാണല്ലോ. അപ്പൊ UN വന്നപ്പോ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, അപ്പൊ ഉണ്ടായിരുന്ന ഈ ഒരു കോൾഡ് വാർ സിറ്റുവേഷനിൽ എന്താണ്, ഒരു സഖ്യം US ആണ്, മറ്റൊരു സഖ്യം USSR ആണ്. അതേ സമയത്ത് ഇന്ത്യ ഈ പറയുന്ന 2 സഖ്യത്തിലും ഇല്ലാതെ നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ നിലനിന്നത്. അപ്പൊ ഈ US സഖ്യത്തിന്റെ ഭാഗമാണ് പാകിസ്ഥാൻ. അപ്പൊ നമ്മൾക്കൊരു അബദ്ധം പറ്റിയതാണ്, നമ്മൾ ഇത് എന്ത് ചെയ്യരുതായിരുന്നു, UN റെഫർ ചെയ്യരുതായിരുന്നു. കാരണം ഈ US-ഉം USSR-ഉം തമ്മിലുള്ള പ്രശ്നം നടക്കുന്നത് കൊണ്ട് തന്നെ UN US-ന്റെ ഒരു ആധിപത്യം ഉണ്ടായിരുന്നു. അപ്പൊ US വിചാരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുക. അങ്ങനെ വന്നപ്പോൾ നമ്മൾ മീൻസ് എന്ത് ചെയ്തു, നമ്മൾ ഈ പറയുന്ന UN പറഞ്ഞു ഇവിടെ പ്ലെബിസിറ്റ് നടത്തണം, അഥവാ ഹിതപരിശോധന നടത്തണം, രാജാവല്ലാലോ ജനങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അത് ഇന്ത്യക്ക് പ്രതികൂലമാകും എന്ന് കണ്ടതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ത് ചെയ്തു, ജമ്മു ആൻഡ് കാശ്മീരിന് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് നൽകി. ജമ്മു ആൻഡ് കാശ്മീരിന് സ്വന്തമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാം, ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ജമ്മു ആൻഡ് കാശ്മീറും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം സ്ഥാപിതമാകുന്നത്, റിലേഷൻ സ്ഥാപിതമാകുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കണേ, ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണ്ടേ? ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സ്ഥാപിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത് വരെ ഒരു താൽക്കാലിക വകുപ്പ് എന്ന രീതിയിൽ ആർട്ടിക്കിൾ 370 കൊണ്ടുവന്നു. അപ്പൊ ഈ ആർട്ടിക്കിൾ 370 പറയുന്നത് എന്താണ്, ജമ്മു ആൻഡ് കാശ്മീരിന് ആർട്ടിക്കിൾ 1-ഉം 370-ഉം മാത്രമേ ബാധകമാവുകയുള്ളൂ, മറ്റു ആർട്ടിക്കിളുകളൊന്നും ബാധകമാകില്ല. അതേ സമയത്ത് ആർട്ടിക്കിൾ 1-ഉം 370-ഉം അല്ലാത്ത ആർട്ടിക്കിളുകൾ ബാധകമാകണമെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഗവൺമെന്റിന്റെ കൺകറൻസോട് കൂടി എന്ത് ചെയ്യണം, ഒരു പ്രസിഡൻഷ്യൽ ഓർഡർ വേണം. ഓക്കെ, ഒന്നാമത്തെ കാര്യം. അതേപോലെ അപ്പൊ ഈ ഒരു പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അങ്ങനെയാണ് 1954 ഒരു പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെ ഭരണഘടനയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും എന്ത് ചെയ്തു, ഇതിന്റെ അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിന് കൂടി ബാധകമാക്കി, ഫണ്ടമെന്റൽ റൈറ്റ് പോലെയുള്ള. അതേ സമയത്ത് ഈ പറയുന്ന ജമ്മു ആൻഡ് കാശ്മീരിന് ബാധകമാക്കുമ്പോൾ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന് എന്ത് ചെയ്യണം, ഈ പറയുന്ന രീതിയിൽ ചില എക്സെപ്ഷൻസ്, രാഷ്ട്രപതി പറയുന്ന എക്സെപ്ഷൻസ് ആൻഡ് മോഡിഫിക്കേഷൻസോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ജമ്മു ആൻഡ് കാശ്മീരിന് ഇത് ബാധകമാവുക. ഓക്കെ, അപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിന് വിത്ത് എക്സെപ്ഷൻ ആൻഡ് മോഡിഫിക്കേഷൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് ബാധകമാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ആർട്ടിക്കിൾ 35A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ കൊണ്ടുവന്നു. അപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിന്റെ പെർമനന്റ് റെസിഡൻസ് ആരാണ് എന്ന് ആർക്ക് തീരുമാനിക്കാം, ജമ്മു ആൻഡ് കാശ്മീരിന് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇവരെന്ത് ചെയ്തു, ജമ്മു ആൻഡ് കാശ്മീരിന്റെ പെർമനന്റ് റെസിഡൻസിന് മാത്രമേ ഗവൺമെന്റ് ജോബ്സിലായാലും അവിടെ ലാൻഡ് അക്വയർ ചെയ്യാനും പ്രോപ്പർട്ടി അക്വയർ ചെയ്യാനും അതേപോലെ തന്നെ സ്കോളർഷിപ്പ് ഇതുപോലെയുള്ള സംവിധാനങ്ങൾക്കൊക്കെ ആർക്കേ അവകാശം ഉണ്ടാവുകയുള്ളൂ, അവിടുത്തെ പെർമനന്റ് റെസിഡൻസിന് മാത്രമേ അധികാരം ഉണ്ടാവുകയുള്ളൂ. ഇതാണ് ആർട്ടിക്കിൾ 370. അപ്പൊ BJP സർക്കാർ അധികാരത്തിൽ വന്ന സമയത്തെ അവര് പറയുന്ന ഒരു കാര്യമാണെന്ത്, അവര് ഈ പറയുന്ന 3 അജണ്ടകളാണ് മുന്നോട്ട് വെച്ചത്. ഒന്ന് രാം ടെമ്പിള്, രണ്ടാമത്തേത് UCC, മൂന്നാമത്തേത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ സ്പെഷ്യൽ സ്റ്റാറ്റസ് എടുത്തു കളയും. ഓക്കെ, അങ്ങനെയാണ് 2018-ൽ 2014 തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് PDP പ്ലസ് BJP ആണ് അധികാരത്തിൽ വന്നത്. 2018 ആയപ്പോൾ BJP എന്ത് ചെയ്തു, അവരുടെ സപ്പോർട്ട് പിൻവലിച്ചു. അപ്പൊ ആർക്കും സഖ്യം ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് 6 മാസത്തേക്ക് ഗവർണർ റൂൾ വന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ആർട്ടിക്കിൾ 356 പ്രകാരം രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു. ഓക്കെ, അപ്പൊ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചപ്പോൾ എന്ത് ചെയ്തു, അവിടെ ഈ പറയുന്ന ഗവൺമെന്റ് എന്ന് പറയുന്നത് ആരാണ്,
അവിടെ ഗവർണർ അല്ലേ? ഓക്കെ, ഗവർണർ അല്ലെങ്കിൽ രാഷ്ട്രപതി. ഓക്കെ, അപ്പൊ ഗവർണറാണ്. അപ്പൊ ഗവർണറുടെ പെർമിറ്റോട് കൂടി എന്ത് ചെയ്തു? ഗവൺമെന്റിന്റെ പെർമിഷൻ അല്ലേ വേണ്ടത്? ഓക്കെ, അപ്പൊ ആ ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റ് ആണല്ലോ അവിടെ നിയമനിർമ്മാണം നടത്തുന്നത്. അപ്പൊ ഈ പറയുന്ന പെർമിഷനോട് കൂടി എന്ത് ചെയ്തു? പുതിയൊരു 2019 CO 272 പ്രഖ്യാപിച്ചു. അതിലൂടെ എന്ത് ചെയ്തു? ഈ പറയുന്ന ഭരണഘടനയുടെ ഫുൾ ഭാഗം, എല്ലാ ഭാഗവും വിത്തൗട്ട് എക്സെപ്ഷൻ, വിത്തൗട്ട് മോഡിഫിക്കേഷൻ എന്ത് ചെയ്തു? ജമ്മു ആൻഡ് കാശ്മീരിന്റെ ബാധകമാണെന്ന് വന്നു. അതോടുകൂടി എല്ലാം കഴിഞ്ഞിരുന്നു. പക്ഷെ ആർട്ടിക്കിൾ 370 കൂടി റദ്ദാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു അതിബുദ്ധി കാണിച്ചു. ആർട്ടിക്കിൾ 367 ഇന്റർപ്രിട്ടേഷൻ പറയുന്ന സ്ഥലത്ത് പോയിട്ട്, സാധാരണ ജമ്മു ആൻഡ് കാശ്മീരിന് ചീഫ് മിനിസ്റ്റർ ആയിരുന്നില്ല, പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അതേപോലെ ഗവർണർ ആയിരുന്നില്ല, സദറെ റിയാസത്ത് ആയിരുന്നു. അപ്പൊ ഇത് രണ്ടും PM ഈസ് ഈക്വൽ ടു CM എന്നും സദറെ റിയാസത്ത് ഈസ് ഈക്വൽ ടു ഗവർണർ എന്നും ഈ പറയുന്ന ഇന്റർപ്രിട്ടേഷനിൽ മാറ്റം വരുത്തിയതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിൽ ആർട്ടിക്കിൾ 370 മാറ്റം വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അനുമതി വേണം. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആണെങ്കിൽ 1956 ഭരണഘടന രൂപീകരിച്ചു. 1957 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പിരിച്ചുവിട്ടു. അപ്പൊ ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇല്ലാലോ. അപ്പൊ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു? ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത് ഇനി മുതൽ എന്താണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ് എന്ന് പറയുന്ന ഒരു ക്ലോസ് ചേർത്തു. അപ്പൊ രാഷ്ട്രപതി ഭരണമല്ലേ നിലനിൽക്കുന്നത്? അപ്പൊ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇല്ലാലോ. അപ്പൊ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഡ്യൂട്ടി ആർക്കാണ്? പാർലമെന്റിനല്ലേ. അപ്പൊ പാർലമെന്റിന് അനുമതിയോട് കൂടി എന്ത് ചെയ്തു? ആർട്ടിക്കിൾ 370 എന്ത് ചെയ്തു? അബ്രഗേറ്റ് ചെയ്തു. അപ്പൊ ആർട്ടിക്കിൾ 370 അബ്രഗേറ്റ് ചെയ്ത ഈ വളഞ്ഞ വഴി ഉണ്ടല്ലോ, അപ്പൊ ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. പക്ഷെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് ഭരണഘടനാ വിരുദ്ധമല്ല എന്നതാണ് സുപ്രീം കോടതിയുടെ ഒരു പരാമർശം. അപ്പൊ ഈ പറയുന്ന ആർട്ടിക്കിൾ 370 അബ്രഗേറ്റ് ചെയ്തത് അത് ശരിയാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞല്ലോ. അതിൽ ആശങ്ക പ്രകടിപ്പിച്ച ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ, OIC എന്ന് പറയും, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് എന്താണ് കോപ്പറേഷൻ. അപ്പൊ ഇവരുടെ ആ ഒരു വാദത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യ തള്ളിയിട്ടുണ്ട്. അപ്പൊ ഇത് മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടർച്ചയായി ലംഘിക്കുന്നുവെന്നും അതിർത്തി കടന്നുള്ള ഭീകരതയെ പശ്ചാത്താപമില്ലാതെ സഹായിക്കുന്നതുമായ രാജ്യത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള OICയുടെ അഭിപ്രായം കൂടുതൽ സംശയാസ്പദമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. വാട്ടെവർ ഇറ്റ് മേ ബി, ആ ഒരു കാര്യം മാത്രം പഠിച്ചു വെക്കുക. മധ്യസ്ഥ വ്യവസ്ഥ കരാറിൽ സ്റ്റാമ്പ് ഇല്ല എങ്കിലും അസാധുവാകില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മധ്യസ്ഥ വ്യവസ്ഥയോടനുബന്ധിച്ച് കക്ഷികൾ തയ്യാറാക്കുന്ന കരാറിൽ സ്റ്റാമ്പ് ഇല്ല എങ്കിലും ഈ പറയുന്ന നിയമപരമായി നിലനിൽക്കും എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? സുപ്രീം കോടതിയുടെ വിധി, 5 അംഗ ബെഞ്ച് വിധി എന്ത് ചെയ്തിട്ടുണ്ട്? റദ്ദാക്കിയിട്ടുണ്ട്. അടുത്തൊരു കാര്യം, മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. മധ്യപ്രദേശിൽ ആരാണ്? ഈ പറയുന്ന മോഹൻ യാദവ്. അതേപോലെ തന്നെ ഛത്തീസ്ഗഡിൽ ആരാണ്? വിഷ്ണു യാദവ്. അപ്പൊ ഈ പറയുന്ന BJPയുടെ പുതിയ ഒരു നയം എന്ന രീതിയിൽ നമ്മൾക്ക് വേണമെങ്കിൽ പറയാം, പുതുമുഖങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് വെച്ചത്. ഓക്കെ, രാജസ്ഥാനിലൊക്കെ ആദ്യമായി MLA ആയ ആളെ പിടിച്ചാണ് എന്ത് ചെയ്യുന്നത്? മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്തൊരു കാര്യം, തുരങ്കങ്ങളിൽ ഇസ്രായേൽ കടൽവെള്ളം കയറ്റി തുടങ്ങിയെന്ന്. അപ്പൊ 150ഓളം ഇസ്രായേലി ബന്ദികളുടെ മോചനത്തിന് ബന്ധുക്കളുടെ മുറവിളി ശക്തമായതിനിടെ ഹമാസിനെ ഇല്ലാതാക്കാൻ എന്ന പേരിൽ വെള്ളം കയറ്റി തുരങ്കം ഒഴിപ്പിക്കൽ തുടങ്ങിയെന്ന് സൂചന. അപ്പൊ വളരെ ഭീകരമായ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഇസ്രായേൽ റിറ്റാലിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഖത്തർ പോലെയുള്ള അറബ് രാഷ്ട്രങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? യുദ്ധം അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം. കാരണം ഈ പറയുന്ന ഹൂത്തീസ് ആയാലും അതേപോലെ തന്നെ എന്താണ് ഹിസ്ബുള്ള, ഇവരൊക്കെ ഈ മേഖലയിലേക്ക് പ്രവേശിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ വെസ്റ്റ് ഏഷ്യയിൽ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവരുത് എന്നതുകൊണ്ടാണ്. അപ്പൊ ഈ ഇൻസ്റ്റെബിലിറ്റി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പരമാവധി നിയമപരമായ രീതിയിൽ തന്നെ ഈ പറയുന്ന രാഷ്ട്രങ്ങളൊക്കെ നേരിടുന്നത്. അപ്പൊ ഗസക്ക് $35 ലക്ഷം അനുവദിച്ച് ഖത്തർ റെഡ് ക്രസന്റ്. നമ്മൾ പറഞ്ഞു ഖത്തറാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന താൽക്കാലിക വെടിനിർത്തലിനാണെങ്കിലും അതേപോലെ തന്നെ പരിപൂർണമായ വെടിനിർത്തൽ, അപ്പൊ ഇതുപോലെയുള്ള സംഗതികൾക്കൊക്കെ മേൽക്കൈ അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രം ഖത്തറാണ്. അപ്പൊ ഈ ദുരിതാശ്വാസ
അല്ലെങ്കിൽ ദുരിതത്തിലായ ഗസയിലേക്ക് അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ വേണ്ടി റെഡ് ക്രസന്റ് അല്ലെങ്കിൽ ഖത്തർ റെഡ് ക്രസന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? $35 ലക്ഷം അനുവദിച്ചിട്ടുണ്ട്. അടുത്തൊരു കാര്യം, ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് മാറാം, ഉടമ്പടി അംഗീകരിച്ച് കാലാവസ്ഥാ ഉച്ചകോടി. അപ്പൊ ഭൂമി അഭിമുഖീകരിക്കുന്ന കാലാവസ്ഥാ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൽ നിന്ന് പിന്മാറാനുള്ള അന്തിമ ഉടമ്പടി ദുബായിൽ നടന്ന ആഗോള ഉച്ചകോടി, കാലാവസ്ഥാ ഉച്ചകോടി 28-ൽ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഉപയോഗത്തിന്റെ ഭാവി സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന UN-ന്റെ ആദ്യ കാലാവസ്ഥാ ഉച്ചകോടിയാണിത്. അപ്പൊ ഈ പറയുന്ന രീതിയിൽ ഫോസിൽ ഉപയോഗത്തിന്റെ ഭാവി നിർണയിക്കുന്ന ഒരു ആദ്യത്തെ ഉച്ചകോടി. അപ്പൊ COP28 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെവിടെയാണ്? ദുബായിലായിരുന്നു. 27 എവിടെയായിരുന്നു? ഈജിപ്തിലായിരുന്നു. 26 ഗ്ലാസ്ഗോയിലായിരുന്നു. 29 ബൾഗേറിയയിലാണ് വേണ്ടത്. പക്ഷേ റഷ്യ അതിനെ എന്താണ് അംഗീകരിക്കാത്തത് കൊണ്ട് ഒരു പക്ഷേ മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 30 എവിടെയാണ്? ബ്രസീലിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം, 200ഓളം രാജ്യങ്ങൾ കരാറിനെ പിന്തുണച്ചിട്ടുണ്ട്. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം തുല്യതയോടെയും ഘട്ടം ഘട്ടമായും കുറയ്ക്കുകയാണ് ഉടമ്പടിയിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പൊ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉൽപാദനവും ഉപയോഗവും പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള കരട് ഉടമ്പടി സൗദി അടക്കമുള്ള രാജ്യങ്ങൾ എതിർത്തിരുന്നു. അപ്പൊ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കൊപ്പം കൽക്കരി ഉപയോഗവും നിർത്തണമെന്ന നിർദ്ദേശത്തോട് ഇന്ത്യ, ചൈന പറയുന്ന രാജ്യങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അപ്പൊ ഈ പറയുന്ന ഒരു സമവായത്തിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പരിധിവരെ 28ാം ആഗോള ഉച്ചകോടി എന്ത് ചെയ്തിട്ടുണ്ട്? വിജയിച്ചിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ വളരെ പ്രധാനമായ ഫോസിൽ ഇന്ധനങ്ങൾ കുറക്കണമെന്ന് ഉടമ്പടിയിൽ പരാമർശം വന്നു. അപ്പൊ കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം എന്താണ്? ഈ പറയുന്ന ഫോസിൽ ഫ്യൂവൽസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഫോസിൽ ഫ്യൂവൽ ഇപ്പൊ ഇതിന്റെ എന്താണ് ഉപയോഗം കുറക്കണം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഐക്യകണ്ഠേന. അപ്പൊ ആ ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് ഒഴിവാക്കണം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന കാലാവസ്ഥാ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് പരാമർശം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്രം കുറിച്ചുകൊണ്ട് ആദ്യമായി ഈ ഫോസിൽ ഫ്യൂവൽ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു പരാമർശം വന്നിരിക്കുന്നത് എവിടെയാണ്? ഈ പറയുന്ന COP28-ലാണ്. അപ്പൊ ഇതിന്റെ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ സുൽത്താൻ അൽ ജാബിർ ആണ്. ഇദ്ദേഹമാണ് എന്ത് ചെയ്തത്? ഇത് പ്രഖ്യാപിച്ചത്. 2050ഓടെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും കുറക്കുന്നതിന് കൽക്കരി, പെട്രോളിയം അടക്കമുള്ള ഫോസിൽ ഇന്ധനങ്ങളുടെ ഉൽപാദനവും ഉപയോഗവും കുറക്കണമെന്നാണ് ഉടമ്പടിയിൽ എന്ത് ചെയ്തത്? പരാമർശിച്ചിട്ടുള്ളത്. അടുത്തൊരു കാര്യം നിങ്ങൾക്കറിയാം, കോട്ടയം ചെന്നൈ ശബരി വന്ദേ ഭാരത് എക്സ്പ്രസ് വരുന്നുണ്ട്. അത് നാളെ മുതൽ വരും. 15, 17 ഈ പറയുന്ന തീയതികൾ, അവ 8 സർവീസുകളാണ് എന്ത് ചെയ്തത്? പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, ഇസ്രായേലിനെ വളരെ ശക്തമായ രീതിയിൽ ആര് വിമർശിച്ചിട്ടുണ്ട്? ബൈഡൻ വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പവിയപ്പുറ്റുകളുടെ സംരക്ഷണവും കടലിലെ ആവാസ വ്യവസ്ഥയിൽ അവയുടെ പ്രാധാന്യവും പറയുന്ന പവിയപ്പുറ്റുകൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പവിയപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കടലിനടിയിൽ വെച്ചാണ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പവിയപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന് പറയുന്ന പുസ്തകം എവിടെ നിന്നാണ് പ്രകാശനം ചെയ്തിരിക്കുന്നത്? കടലിനടിയിൽ നിന്നാണ്. അപ്പൊ എവിടെയാണ് ഈ പറയുന്ന അക്വേറിയങ്ങളെ പറ്റി പഠനം നടത്തിയിട്ടുള്ള സ്കൂബ ഡൈവിംഗ് പരിശീലകൻ അരുൺ അലോഷ്യസ് ആണ് എന്ത് ചെയ്തത്? എഴുത്തുകാരൻ. അപ്പൊ അരുൺ അലോഷ്യസിന്റെ പുസ്തകമാണ് ഇത്. 9 കോവളം ഗ്രോവ് ബീച്ചിലെ കടലിനടിയിൽ നടന്ന ചടങ്ങിൽ ഫിഷറീസ് വകുപ്പ് സാഗരികത പദ്ധതി കോർഡിനേഷൻ ശില്പാജ്ഞലി പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഡൈവിംഗ് പരിശീലകനായ റിസ്വാന റഫീഖ്, ഗായത്രി ഗോപാലൻ, ആവണി ബാല്യ ഈ പറയുന്നവർക്ക് നൽകി പ്രകാശനം ചെയ്തിട്ടുണ്ട്. അപ്പൊ 25 മിനിറ്റ് കടലിനടിയിൽ തങ്ങാനായിരുന്നു എന്ത് ചെയ്തത്? ഇത് പൂർത്തിയാക്കിയത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന എന്താണ്? പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ ആരാണ് എഴുതിയിരിക്കുന്നത്? അരുൺ അലോഷ്യസ് ആണ്. ആ പുസ്തകം കടലിനടിയിൽ വെച്ചാണ് എന്ത് ചെയ്തത്? ഇത് പ്രകാശനം ചെയ്തിരിക്കുന്നത്. അപ്പൊ കടലിനടിയിൽ പ്രകാശനം ചെയ്തിരിക്കുന്ന പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ കൃത്യമായി പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ വോഡാഫോൺ ഐഡിയ
അപ്പൊ വഡാഫോൺ എന്ന് പറയുന്നത് വേറെ കമ്പനിയും ഐഡിയ എന്ന് പറയുന്ന രണ്ട് കമ്പനിയായിരുന്നു. ഇപ്പൊ രണ്ടു കൂടി ഒന്നിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്നത് ഏറ്റെടുക്കാൻ ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ. അപ്പൊ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയെ ഏറ്റെടുക്കുന്നതിനുള്ള ഒരു നിർദ്ദേശവും നിലവിൽ പരിഗണിക്കുന്നില്ല എന്നതാണ് എന്ത് ചെയ്യുന്നത് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അടുത്തൊരു കാര്യം, നമ്മളുടെ ഈ പറയുന്ന പാർലമെന്റ് അതുമായി ബന്ധപ്പെട്ട വീഴ്ച. ഈ പാസ് ലഭിക്കണമെങ്കിൽ പാർലമെന്റ് സന്ദർശനം ആഗ്രഹിക്കുന്നവർക്ക് MP-മാർക്കുള്ള ശുപാർശ വേണം, എന്നാൽ മാത്രമേ പാസ് ലഭിക്കുകയുള്ളൂ. ഇനി ആ പാസ് ലഭിച്ചാലോ ഈ പറയുന്ന സമയത്ത് പാർലമെന്റിന്റെ റിസപ്ഷനിൽ എത്തണം. പുതിയ മന്ദിരത്തിലേക്ക് കയറേണ്ടത് പഴയ റിസപ്ഷൻ വഴിയാണ്. മൊബൈൽ ഫോൺ അവിടെ സമർപ്പിക്കണം. മെറ്റൽ ഡിറ്റക്ടർ പോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പരിശോധനകൾ വളരെ ശക്തമായ രീതിയിലാണ്. അപ്പൊ ഇത്രയും പരിശോധനകളും ഇത്രയും കർക്കശമായ നിലപാടുകളും ഉള്ളൊരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്തത് പാർലമെന്റിൽ ഒരിക്കൽ കൂടി ഈ പറയുന്ന പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. അപ്പൊ 2001 ഡിസംബർ 13 അന്ന് ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തൊയ്ബ ഭീകരർ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. വാച്ച് ആൻഡ് വാർഡ് സംഘത്തിന്റെ ഒരാൾക്ക് സംശയം തോന്നിയതോടെ സംഘമെത്തിയ കാറ് നിർത്താൻ ആവശ്യപ്പെട്ടു. നിർത്തി പിന്നോട്ടെടുത്ത കാർ അന്നത്തെ ഉപരാഷ്ട്രപതി കിഷൻ കാന്തിന്റെ വാഹനത്തിൽ ഇടിച്ചു. പിന്നാലെ എത്തിയ ഭീകരർ പുറത്തിറങ്ങി തുടരെ വിധിയിറക്കുകയായിരുന്നു. ഓക്കെ, അപ്പോ ഈ പറയുന്നതാണ് ഒന്ന്. അപ്പൊ 2013 വരെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യം, അല്ലെങ്കിൽ നിയമ നടപടികൾ നീണ്ടുപോയിട്ടുണ്ട്. 2002 ഡിസംബർ 18 ഗിലാനി, ഷൗക്കത്ത് അഫ്സൽ ഗുരു, ഷൗക്കത്ത് ഹുസൈൻ ഗുരു ഈ പറയുന്ന വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. അഫ്സൽ ഗുരുവിനെ വെറുതെ വിട്ടു. 2003 ഒക്ടോബർ 29 അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ ഡൽഹി ഹൈക്കോടതി ശരിവെച്ചു. ഗീലാനിയെ വെറുതെ വിട്ടു. ഓഗസ്റ്റ് 4 അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ സുപ്രീം കോടതി ശരിവെച്ചു. ഷൗക്കത്തിന്റെ ശിക്ഷ 10 വർഷത്തെ തടവായി ഇളവ് ചെയ്തു. 2006 സെപ്റ്റംബർ 26 അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റാൻ കോടതി ഉത്തരവിട്ടു. അതേ വർഷം അഫ്സൽ ഗുരുവിന്റെ ഭാര്യ തബസും ഗുരു ദയാഹർജി സമർപ്പിച്ചെങ്കിലും തൊട്ടടുത്ത വർഷം തന്നെ സുപ്രീം കോടതി തള്ളി. 2007 വധശിക്ഷ പുനഃപരിശോധിക്കണമെന്ന അഫ്സൽ ഗുരുവിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. 2013 ഫെബ്രുവരി 9 അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റി. അപ്പൊ അഫ്സൽ ഗുരുവിന്റെ മൃതദേഹം കുടുംബാംഗങ്ങൾക്ക് കൈമാറേണ്ടതില്ലെന്ന തീരുമാനത്തെ തുടർന്ന് തിഹാർ ജയിലിൽ തന്നെ അടക്കം ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന 2001 പാർലമെന്റ് ആക്രമണം 2013 എന്ത് ചെയ്തു വധശിക്ഷ വിധിച്ചു. 10 വർഷം കഴിഞ്ഞു 2023 ഒരിക്കൽ കൂടി ഇതേ പാർലമെന്റ് മന്ദിരത്തിൽ എന്ത് ചെയ്യുന്നു അറ്റാക്ക് ഉണ്ടാകുന്നു. അടുത്തൊരു കാര്യം, കോളേജ് അധ്യാപകർക്ക് കേന്ദ്രം പറയുന്ന നിരക്കിൽ ക്ഷാമബത്ത തൽക്കാലം നൽകാൻ സാധിക്കില്ല. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയാണെങ്കിൽ പരിഗണിക്കാമെന്നാണ് എന്ത് ചെയ്യുന്നത് കേരള സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അപ്പൊ കേന്ദ്രം 750 കോടി നൽകാനുണ്ടെന്നും ഒരിക്കൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട് ധനം വകുപ്പ്. അപ്പൊ ഒരു സാമ്പത്തിക പ്രതിസന്ധി കേരളം ശക്തമായ രീതിയിൽ നേരിടുന്നു. അപ്പൊ കേരളത്തിന് കൂടുതൽ കടം നൽകാൻ പറ്റില്ല, ഇതുപോലെയുള്ള പല പരാമർശങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആർട്ടിക്കിൾ 360 ഒന്ന് ശരിക്കൊന്ന് പഠിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. അടുത്തൊരു കാര്യം, നിർമ്മിത ബുദ്ധി AI സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തെ തടയുകയല്ല രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും കേന്ദ്ര എന്ത് ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക് IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. അപ്പൊ സുരക്ഷിതവും ആധികാരികവുമായ AI ഉപയോഗത്തിന് ആഗോള ചട്ടക്കൂട് നിർമ്മിക്കുകയാണ് ലക്ഷ്യം. അപ്പൊ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ ഈ ഒരു വർഷത്തെ 2024 ചെയർ ആരാണ്? ഇന്ത്യയാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ചെയർ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന AI സാങ്കേതിക വിദ്യയുടെ ഇപ്പം പ്രധാനമന്ത്രി തൊട്ട് മുമ്പത്തെ ദിവസം ഇത് ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞു വാട്ടർ മാർക്കിംഗ് സംവിധാനം കൊണ്ടുവന്നുകൂടെ. അപ്പോ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഡൽഹി പ്രമേയത്തിന് എന്ത് ചെയ്യുന്നത് അംഗീകാരം ലഭ്യമാക്കിയിരിക്കുന്നത്. അപ്പൊ AI ഉപയോഗത്തിന് ആഗോള AI ചട്ടക്കൂട് നിർമ്മിക്കുക, സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുക ഈ പറയുന്ന ഉച്ചകോടിയിൽ അംഗീകരിച്ച പ്രമേയങ്ങളെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു കാര്യം, NK പ്രേമചന്ദ്രന് സൻസദ് മഹാരത്ന പുരസ്കാരം. 5 വർഷത്തിലൊരിക്കൽ നൽകുന്ന സൻസദ് മഹാരത്ന പുരസ്കാരത്തിന് NK പ്രേമചന്ദ്രൻ MP ആണ് അർഹനായത്. ചെന്നൈ ആസ്ഥാനമായ
പ്രൈം പോയിന്റ് ഫൗണ്ടേഷൻ ആണ് എന്ത് ചെയ്യുന്നത് അവാർഡ് പ്രഖ്യാപിച്ചത്. ലോക്സഭയിലെ മികവുറ്റ പ്രവർത്തനം അടിസ്ഥാനമാക്കിയാണ് അവാർഡ് നൽകുന്നത്. ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസ് MP അധീർ രഞ്ജൻ ചൗധരി, BJP അംഗങ്ങളായ ജാർഖണ്ഡിലെ ബിജൂട്ട് ബാരൻ മഹാതോ, മഹാരാഷ്ട്രയിലെ ഡോക്ടർ ഹീന വിജയകുമാർ ഗവിറ്റ് ഇവരാണ് മറ്റ് അവാർഡ് ജേതാക്കൾ. അപ്പൊ ഫെബ്രുവരി 17 എന്ത് ചെയ്യുന്നത് ഈ അവാർഡ് നൽകുന്നത്. അപ്പോ ഈ പറയുന്ന NK പ്രേമചന്ദ്രൻ സൻസദ് അവാർഡ് മുമ്പ് 2 തവണ ലഭിച്ചിട്ടുണ്ട്. 3-ാം തവണയാണ് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട വെരി 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 ഇമ്പോർട്ടന്റ് എന്ന് പറയാം, അമൃത് രാജും പീസും ഹാൾ ഓഫ് ഫെയിമിൽ. അപ്പോ എന്താണ് ഈ ഇന്ത്യയുടെ മുൻ ടെന്നീസ് താരങ്ങളായ വിജയ് അമൃത് രാജ്, ലിയാണ്ടർ പേസ് ഈ പറയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര ഹാൾ ഓഫ് ഫെയിം അല്ലെങ്കിൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആദ്യ ഏഷ്യക്കാരനാണ് എന്താണ്. അപ്പൊ ഈ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിക്കുന്ന ആദ്യ ഏഷ്യക്കാരൻ എന്ന് പറയുന്നതും ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നതും ആരാണ്? ഇവര് തന്നെയാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന ടെന്നീസ് മാധ്യമ പ്രവർത്തകനായ റിച്ചാർഡ് ഇവാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ആള് പട്ടികയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന ലിയാണ്ടർ പേസിന്റെ പ്രത്യേകത എന്താണ്? ഇദ്ദേഹം ഡബിൾസിൽ 18 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. 2021 പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിച്ചിട്ടുണ്ട്. പ്ലെയർ വിഭാഗത്തിലും അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തിന് 8 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ UN പൊതുസഭയിൽ വെടിനിർത്തൽ പ്രമേയം പ്രഖ്യാപിച്ചു. അത് 153 രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയും അതിന് അനുകൂലമായിട്ടാണ് എന്ത് ചെയ്യുന്നത് വോട്ട് ചെയ്തത്. 193 അംഗങ്ങളുള്ളതിൽ 153 ഈജിപ്ത് കൊണ്ടുവന്ന പ്രമേയമാണ്. 153 രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്തു, 23 രാജ്യങ്ങൾ വിട്ടുനിന്നു, 10 രാജ്യങ്ങൾ എന്ത് ചെയ്തു അതിനെതിരായി വോട്ട് ചെയ്തു. അപ്പൊ പശ്ചിമേഷ്യയുടെ സമാധാനം ഉറപ്പാക്കണം എന്ന് രുചിര കാംബോജ്. അപ്പൊ പശ്ചിമേഷ്യയിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അന്താരാഷ്ട്ര സമൂഹം ഇടപെടുന്നത് സ്വാഗതാർഹമാണെന്ന് ഇന്ത്യയുടെ UN-ലെ സ്ഥാനപതി ആരാണ്? രുചിര കംബോജ്. അപ്പൊ ഇവിടെ നിങ്ങൾ 2-3 കാര്യങ്ങൾ പഠിച്ചു. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി അവ പൊതുസഭയാണ് എന്ത് ചെയ്തത്. അപ്പൊ UN-ന്റെ പൊതുസഭയാണ് എന്ത് ചെയ്യുന്നത് 5-ൽ 4 ഭൂരിപക്ഷത്തിൽ എന്ത് ചെയ്തത് ഈ പറയുന്ന പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് ബൈൻഡിങ് അല്ലാത്തത് കൊണ്ടും ബലമായി പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. എന്നിരുന്നാൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട് രുചിര കംബോജ് ആണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രതിനിധി. അതേപോലെ തന്നെ ഗാസയില് വെടിനിർത്തലിനുള്ള പ്രമേയം അത് ഇന്ത്യ പിന്തുണച്ചിട്ടുണ്ട്. ഗാസയിൽ ഇപ്പോഴും തീവ്രമായ യുദ്ധമാണ്. അപ്പോ ഇസ്രായേൽ എന്ത് ചെയ്യുന്നുണ്ട് വളരെ കഠിനമായ രീതിയിലാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് സെക്യൂരിറ്റി കൗൺസിലിൽ ഇത് വന്നപ്പോഴും US വീറ്റോ ചെയ്തു. പക്ഷേ ഇവിടെ UN ജനറൽ അസംബ്ലിക്ക് എന്ത് ചെയ്യും ഭൂരിപക്ഷം ആളുകൾ അഥവാ 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇത് പാസ്സാക്കാൻ പറ്റുമല്ലോ അല്ലെ. 4-ൽ 3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് 5-ൽ 4 ഭൂരിപക്ഷം അഥവാ 80% ആളുകൾ സപ്പോർട്ട് ചെയ്ത് ഇത് പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ UN-ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഫലമായി പ്രയോഗിക്കാൻ സാധിക്കില്ല. എന്നിരുന്നാൽ കൂടി ഇസ്രായേലിനേറ്റ വളരെ വലിയൊരു പരാജയമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു തായ്വാൻ കമ്പനി കർണാടകയിൽ 13,911 കോടി. അപ്പൊ തൈവാൻ ആസ്ഥാനമായ ഐഫോൺ നിർമ്മാണ കമ്പനിയായ ഫോക്സ്കോൺ. അപ്പൊ ഫോക്സ്കോൺ എന്ത് ചെയ്യുന്നുണ്ട് ഈ കർണാടകയിൽ 13,900 ഏകദേശം 14,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഗുജറാത്തിൽ ഹിന്ദുസ്ഥാൻ കൊക്കക്കോള ബീവറേജസ് എന്ത് ചെയ്യുന്നുണ്ട് $3,000 ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ മുൻപ് ധാരണയായ 8,000 കോടി രൂപയുടെ നിക്ഷേപത്തിന് പുറമെയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന 34,115 കോടി രൂപ 14 പദ്ധതികളാണ് എന്ത് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരിക്കുന്നത്. ഏകദേശം 13,308 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുന്ന ഒരു സംവിധാനമാണ്. അടുത്തത് പ്രായം തെളിയിക്കാൻ ആധാർ കാർഡ് മതിയാകില്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ആധാർ അതോറിറ്റി UIDAI പറഞ്ഞത് എന്താണ്? പ്രായം തെളിയിക്കാൻ ആധാർ മതിയാകില്ല.
അപ്പൊ പാസ്പോർട്ട് എടുക്കുമ്പോൾ പ്രായം തെളിയിക്കാൻ ആധാർ മതിയാകില്ല, മറിച്ച് മറ്റ് രേഖകൾ ആവശ്യമായിരിക്കും എന്ന് ആധാർ അതോറിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദെൻ കാശ്മീരിന്റെ പദവി റദ്ദാക്കൽ, അത് സുപ്രീം കോടതി വിധി രാജ്യത്തിന്റെ ഘടനയെ തകർക്കുന്നതാണ് എന്ന് അരുന്ധതി റോയ് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ആർട്ടിക്കിൾ 370 പറഞ്ഞല്ലോ. അപ്പൊ ആർട്ടിക്കിൾ 370 ശരിക്ക് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇപ്പൊ ഇല്ലല്ലോ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് പകരം ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെന്ന് ഇന്റർപ്രിട്ടേഷനിൽ മാറ്റം വരുത്തി. ആർട്ടിക്കിൾ 367 പ്രകാരം ഇന്റർപ്രിട്ടേഷനിൽ മാറ്റം വരുത്തിയിട്ട് സുപ്രീം കോടതി ചെയ്ത ആ ഒരു രീതി, അത് ഭരണഘടനയുടെ ഇതിപ്പോ ആർട്ടിക്കിൾ 370 മാറ്റിയത് മാത്രമല്ല ഇവിടെ പ്രശ്നം. ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സ്റ്റേറ്റിനെയാണ് എന്ത് ചെയ്തത്? അതൊരു സ്റ്റേറ്റ് അല്ലേ, ഒരു സ്റ്റേറ്റിനെ പരിപൂർണമായിട്ടും UT ആയി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ആർട്ടിക്കിൾ 3 പ്രകാരമാണല്ലോ. ജമ്മു ആൻഡ് കാശ്മീരിന് 1ഉം 370 മാത്രമല്ലേ ബാധകാവുക. അതേ ജമ്മു ആൻഡ് കാശ്മീരിനെ പിടിച്ച് ആർട്ടിക്കിൾ 3 പ്രകാരം സ്റ്റേറ്റിനെ UT ആയി പ്രഖ്യാപിച്ചു എന്നത് എന്താണ്? അപ്പോ ഇത് ഒരു വളരെ വലിയ ഫെഡറലിസത്തിന് വളരെ വലിയൊരു ഭീഷണിയാണ്. ഇപ്പോ ഇത്രയും പ്രത്യേക പദവിയുള്ള ജമ്മു ആൻഡ് കാശ്മീരിനെ കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിൽ ചെയ്യാമെങ്കിൽ, പാർലമെന്റിന് ഇത്തരത്തിൽ ചെയ്യാമെങ്കിൽ, മറ്റു ഏത് സ്റ്റേറ്റുകളെയും എന്ത് ചെയ്യാൻ പറ്റും? യൂണിയൻ ടെറിട്ടറി ആയി പ്രഖ്യാപിക്കാമല്ലോ. അപ്പൊ ആർട്ടിക്കിൾ 1 പറയുന്ന യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നതിന് പകരം യൂണിയൻ ഓഫ് UT എന്ന് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് പ്രഖ്യാപിക്കാം. അത് ഫെഡറലിസത്തിന്റെ ഏറ്റവും വലിയ ഒരു ഭീഷണിയാണ് എന്ന് ജനാധിപത്യവാദികൾ ഉയർത്തുന്നുണ്ട്. അടുത്തൊരു കാര്യം, ഇപ്പൊ ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഒരു ഇഷ്യൂ ഉണ്ടായതിന്റെ പേരിൽ BNP എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി അവരുടെ പുതിയ അല്ലെങ്കിൽ ഒരു ഔട്ട്സ് അല്ലെങ്കിൽ എന്താണ് ഒരു അക്രമവും ഒരുപാട് ആളുകൾ കുറച്ച് ആളുകൾ മരിക്കുകയൊക്കെ ചെയ്ത ഇൻസിഡന്റ് ഉണ്ടായപ്പം ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന പ്രധാനമന്ത്രി അല്ലെങ്കിൽ എന്താണ് മീൻസ് ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ ഓപ്പോസിഷൻ BNPയുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ BNP എന്ത് ചെയ്യാണ്? ഈ പറയുന്ന എലക്ഷൻ ബഹിഷ്കരിക്കുകയാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യക്ക് ഇത് എന്തുകൊണ്ട് പ്രധാനമാണെന്ന് ചോദിച്ചാൽ ഹസീനയുമായിട്ട് അഥവാ ഹസീന എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുമായിട്ട് എന്താണ് ഇന്ത്യ നല്ലൊരു ബന്ധത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ അഗർത്തല ആ ട്രെയിൻ സർവീസ് ഒക്കെ എന്ത് ചെയ്ത് പെട്ടെന്ന് ആരംഭിച്ചതും. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജിൽ PM ഹസീന അധികാരത്തിൽ വരികയാണെങ്കിൽ എന്താണ് അത് ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് ആണല്ലോ. ഇപ്പോ നിങ്ങൾക്കറിയാം മാൽദീവ്സിൽ ആരായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്? സ്വാലിഹാണ്. അദ്ദേഹം ഒരു പ്രോ ഇന്ത്യൻ നിലപാടാണ്. ഇപ്പൊ വന്നിരിക്കുന്ന ആള് മൊയ്സു ആണ്. അദ്ദേഹം എന്താണ് ഒരു ആന്റി ഇന്ത്യൻ നിലപാടായതുകൊണ്ട് ഇന്ത്യയുടെ മിലിറ്ററി ഒക്കെ പിൻവലിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ. ഓക്കെ, അതേപോലെ ബംഗ്ലാദേശിലും ഈ പറയുന്ന ഭരണം മാറിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട നെയ്ബേഴ്സ് ആണ്, സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് ആണ്. അപ്പൊ ഈ മേഖലയിൽ ഇപ്പൊ ഇന്ത്യക്കെതിരാവുമ്പോൾ അവിടെ വരാൻ ചാൻസ് ഉള്ള ആരാണ്? ചൈന. അപ്പൊ അത് നമ്മളുടെ സെക്യൂരിറ്റിക്ക് പ്രശ്നമാണ്. മറ്റൊരു കാര്യം, ഇൻഡോ പസഫിക്കിൽ ചൈനയും വിയറ്റ്നാമും ഏഷ്യ പസഫിക്കിൽ ഏത് രീതിയിലുള്ള മെസ്സപ്പിനെയും ഓപ്പോസ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇപ്പോ ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ആയാലും അതേപോലെ തന്നെ ഈ പറയുന്ന ഏഷ്യ പസഫിക്കിൽ US എല്ലാ രാജ്യങ്ങളുമായി, ഫിലിപ്പീൻസ് ആയാലും അതേപോലെ തന്നെ തായ്വാൻ, ഇതുപോലെയുള്ള പല രാജ്യങ്ങളുമായിട്ട് US എന്ത് ചെയ്യുന്നുണ്ട്? ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അതേപോലെ ഇന്ത്യ, ഓസ്ട്രേലിയ. അപ്പൊ ഈ പറയുന്ന രാജ്യങ്ങൾ അഥവാ US-ന്റെ ഇൻഫ്ലുവൻസ്, ഇപ്പം ഇന്ത്യ ചൈനയുടെ ഇൻഫ്ലുവൻസ് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് US-ഉമായിട്ട് എന്ത് ചെയ്യുന്നത്? വളരെ വലിയ ബന്ധം സ്ഥാപിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇസ്രായേലുമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്കൊക്കെ എത്തുന്നതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇവിടെ ചൈനയും വിയറ്റ്നാമും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഏഷ്യ പസഫിക്കിൽ US-ന്റെ ഇൻഫ്ലുവൻസ് കുറക്കാൻ വേണ്ടിയുള്ള വളരെ ശക്തമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ IMF എന്താണ് എക്സ്റ്റൻഡഡ് ഫണ്ട് ഫെസിലിറ്റി ആയിട്ട് ശ്രീലങ്കക്ക് എന്ത് ചെയ്യുന്നുണ്ട്? $337 മില്യൺ എന്ത് ചെയ്യുന്നുണ്ട്? കടമായി നൽകിയിട്ടുണ്ട്, ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആരാണ് നൽകിയത്? IMF ആണ്. എത്രയാണ്? $337 മില്യൺ ആണ്. ആർക്കാണ് നൽകിയത്? ശ്രീലങ്കക്കാണ്. അപ്പൊ ശ്രീലങ്ക ഓൾറെഡി എന്താണ് ഒരു ഡെപ്റ്റ് ക്രൈസിസിലാണല്ലോ. ഓക്കെ, അപ്പൊ എന്തായിട്ടാണ് നൽകിയത്? എക്സ്റ്റൻഡഡ് ഫണ്ട് ഫെസിലിറ്റി ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഗ്ലോബൽ റോഡ് ഫാറ്റാലിറ്റീസ്. അപ്പൊ ആഗോളതലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്?
5% ഈ പറയുന്ന ഗ്ലോബൽ റോഡ് ഫാറ്റാലിറ്റീസ് അഥവാ റോഡ് അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. 160% വണ്ടിയുടെ വിൽപ്പനയിൽ വർധനവുണ്ടായിട്ടും റോഡ് അപകടങ്ങൾ 5% കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അത് 15% കൂടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന 10 മരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, മൊത്തം 10 മരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ 9 എണ്ണവും എന്താണ്? ഈ പറയുന്ന ലോ ഇൻകം അല്ലെങ്കിൽ മിഡിൽ ഇൻകം കൺട്രീസിലാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഡെവലപ്പിംഗ് നാഷൻസിലാണ്. അപ്പൊ ഡെവലപ്പിംഗ് നാഷൻസിന്റെ ഒരു പ്രശ്നം എന്താണ്? ഇപ്പൊ നമ്മളുടെ അടുത്ത് നിന്നൊക്കെ വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വാഹനങ്ങൾക്ക് ടാക്സ് വാങ്ങുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് റോഡ് ഫെസിലിറ്റീസോ ഇതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നും ഇതില്ല, ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആക്സിഡന്റ് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ആക്സിഡന്റ് നടന്നാൽ പെട്ടെന്ന് ഇൻസ്റ്റന്റ് കെയർ നൽകാനുള്ള ഫെസിലിറ്റി എന്താണ്? ഇന്ത്യയിൽ കുറവാണ്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ഫാറ്റാലിറ്റീസ് എന്ത് ചെയ്യുന്നത്? 15% കൂടിയിട്ടുണ്ട്. ആഗോളതലത്തിൽ എന്താണ്? ഇത് 5% കുറഞ്ഞതാണ്. അപ്പോ നാളെ ഇതേ സമയത്ത് കാണാം. അപ്പോ നിങ്ങൾക്ക് ഈ പറയുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമ PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നോട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. നാളെ ഇതേ സമയത്ത് കാണാം. താങ്ക് യു ഓൾ. ബെഡ് ഇതുവരെ പിടിച്ചില്ലല്ലോ.